ഓക്കെ സോ ഹായ് ഗൈസ്, നമ്മൾ കുറേ നാളുകളായി നമ്മളിപ്പോൾ എപ്പിസോഡ് തുടങ്ങാം, വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ സാധനം ആക്ച്വലി വലിയ പ്രയോജനമൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് സ്പോട്ടിഫൈയിലും കൂടി എന്തായാലും ഇടണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പഴയകാല പ്രതാപം മറക്കണ്ട വെച്ചിട്ടാണ് ഈ സാധനം വെക്കുന്നത്. നമ്മുടെ വീഡിയോ ക്വാളിറ്റി ഫുള്ള് സാംസങ്ങിൻ്റെ ഫോൺ കിട്ടിയതിന് ശേഷമാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. വോയിസും അതിനകത്ത് നിന്നായിരിക്കും, നമുക്ക് മിക്സ് ചെയ്യാൻ നോക്കാം. എത്രത്തോളം വർക്കാവുമെന്ന് അറിയത്തില്ല, ട്രൈ ചെയ്യാം എന്തായാലും. ഇത് എന്തായാലും ഓക്കെയാണ്, ഇതിൻ്റെ വോയിസ്. ഇപ്പോൾ ഇതിൻ്റെ വോയിസ് അതിൻ്റെ വോയിസ് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. അത് പറ്റുന്നുണ്ടെങ്കിൽ അത് ട്രൈ ചെയ്യാം. അപ്പോൾ അതിൽ ഇതിൻ്റെ ഇതില്ല, പിന്നെ അതിൽ ഇല്ലാത്തതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടാണ് നമുക്ക്. അപ്പോൾ ഇനി ട്രൈ. അപ്പോൾ 25ാമത്തെ എപ്പിസോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. വി ആർ നോട്ട് പ്രിപ്പയർഡ്, വി ആർ നോട്ട് ഡൂയിങ് എനിത്തിങ്, എന്താ പറയുക, ഒരു പ്രിപ്പറേഷനിലല്ല നമ്മൾ വന്നത്. സോ അതാണ് നമുക്ക് വേണ്ടതും, നമുക്ക് ആ ഒരു ഓർഗാനിക്കായിട്ട് വരുന്ന സാധനമാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഇത് എങ്ങനെയാവും നമുക്കറിയത്തില്ല. ചെയ്യാതെ വരുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ എന്നാണ് പറയുന്നത് അല്ലേ? അതെ അതെ അതെ, പ്രിപ്പയർ ചെയ്യാതെ വരുന്നതാണ് ഏറ്റവും ബെറ്റർ. അത് നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള എക്സാക്ട്ലി എന്താണ് അത് വരും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഈസ് മൈ റിസർച്ച് ടോപ്പിക്. നേരത്തെ പറഞ്ഞതാണ്, വി ഹാവ് ഡിസ്കസ്ഡ് ദിസ് ടോപ്പിക് ബിഫോർ. ഇതിൻ്റെ ഒരു ചെറിയൊരു നട്ട്ഷെൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഞാനപ്പോൾ ടോപ്പിക്ക് ജസ്റ്റ് പറയാം, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ടോപ്പിക്ക് മൈ റിസർച്ച് ടോപ്പിക് ഇപ്പോൾ 2 ദിവസം മുന്നെയാണ് ഇത് അപ്രൂവ് ചെയ്തത് ആക്ച്വലി ടോപ്പിക്ക്. ഇപ്പോൾ ഇത്ര നാളും താങ്ക് യു. അപ്പോൾ ഇനിയാണ് എൻ്റെ റിസർച്ച് ആരംഭിക്കുന്നത് ആക്ച്വലി. ഇപ്പോൾ ഇതിൽ ടോപ്പിക് പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പാക്ട്. വർഗീസ് ചെയ്യുന്നത് MBA ആണെന്നും അതിൻ്റെ റിസർച്ച് ആണെന്നും കൂടെ ഒന്ന് സൂചിപ്പിച്ചേക്കുക. ഓക്കെ, ഞാൻ ഓൾറെഡി കഴിഞ്ഞ ഡിസ്കഷനിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഞാനൊന്നുകൂടി പറയാം. ഞാൻ ചെയ്യുന്നത് MBA ഇൻ ഫിനാൻസ് ആണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി ലിവർപൂൾ ബിസിനസ് സ്കൂൾ, UK ഒരു യൂണിവേഴ്സിറ്റിയാണ്. UK ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MBA എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് വർഗീസ്. അതെ, തീർച്ചയായും. അപ്പോൾ അതിൽ നമുക്ക് റിസർച്ച് ചെയ്യണം, നമുക്ക് ഇഷ്ടമുള്ള ഒരു ടോപ്പിക്കിൽ റിസർച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ സെറ്റ് ചെയ്ത ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ളൊരു ടോപ്പിക്ക് തന്നെ, ഞാൻ നമ്മുടെ ഡിസ്കഷനിലൊക്കെ വന്നിട്ടുള്ള ടോപ്പിക് തന്നെയാണ്. ഇമ്പാക്റ്റ് ഓഫ് ഫിനാൻഷ്യൽ ലിറ്ററസി, ബിഹേവിയറൽ ബയാസസ് ഓൺ വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, എ സ്റ്റഡി ഓൺ ഏർലി കരിയർ അറ്റ് IT പ്രൊഫഷണൽസ് ഇൻ കേരള. സൂചിപ്പിച്ചത് ഓക്കെ, അതായത് ഫിനാൻഷ്യൽ ലിറ്ററസി മലയാളത്തിൽ പറയേണ്ട ആവശ്യമില്ല. ആ ഒരു സാമ്പത്തിക ജ്ഞാനത്തിൻ്റെയും ബിഹേവിയറൽ ബയാസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, ആ ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ബിഹേവിയറിന് ഇപ്പം എന്താ പറയുക മലയാളത്തിൽ, സ്വഭാവം. അപ്പോൾ അതിൽ ഒരു കാര്യത്തോടെ നമുക്ക് കൂടുതലൊരു ചായ്വ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ചായ്വ് വെൽത്ത് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പൈസ നമ്മളെങ്ങനെ മാനേജ് ചെയ്യുന്നു, നമ്മുടെ അതിൻ്റെ ഒരു നിയന്ത്രണം, ആ ഒരു സംഭവത്തിന് അതായത് ഫിനാൻഷ്യൽ ലിറ്ററസിക്കും ബിഹേവിയറൽ ബയാസിനും വെൽത്ത് മാനേജിലുള്ള ഒരു ഇമ്പാക്റ്റ്. വാട്ട് ഫിനാൻഷ്യൽ ലിറ്ററസി ആൻഡ് ബിഹേവിയർ ബയാസസ് ബ്രിങ് ആൻ ഇമ്പാക്റ്റ് ടു വെൽത്ത് മാനേജ്മെൻറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. വെൽത്ത് മാനേജ്മെൻറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ കോറിലേറ്റഡ് ആണ്. അതായത് വെൽത്ത് മാനേജ്മെൻറ്റ് എന്ന് ഉദ്ദേശിച്ചത് ഓവറോൾ ഓഫ് പേഴ്സണൽ ഫിനാൻസ് ആൻഡ് ദെയർ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. ഇത് നമ്മൾ പലതവണ ഡിസ്കസ് ചെയ്തതാണ്. കുറേ റൂൾസൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ തന്നെ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു, ജോസഫിൻ്റെ എക്സാമ്പിൾസും പറഞ്ഞിട്ടുള്ളതാണ്. സോ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സ്റ്റഡി ഈസ് പ്യുവർലി ഫോർ IT പ്രൊഫഷണൽസ്, ഏർലി കരിയർ IT പ്രൊഫഷണൽസ് എടുത്ത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ ആക്സസിബിൾ ആയിട്ടുള്ളത്, ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു IT ഫീൽഡിലായതുകൊണ്ടും കൂടുതൽ ആൾക്കാർക്കും എനിക്ക് ആക്സസിബിൾ ആയതുള്ളത് IT-കാരാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുക്കുന്ന ഒരു ഡൊമൈൻ, ആ ഒരു സ്കോപ്പ് എന്ന് പറയുന്നത് ഏർലി കരിയർ IT പ്രൊഫഷൻ. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ടിൽ 5 years ഓഫ് എക്സ്പീരിയൻസ്, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഞാനപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യനേഴ്സ് പ്രിപ്പയർ ചെയ്യണം. ഇപ്പോൾ നെക്സ്റ്റ് ചെയ്യാനുള്ളത് ഒരു 10-25 റിസർച്ച് പേപ്പേഴ്സും കൂടി എനിക്ക് വായിച്ചിട്ട് എൻ്റെ ടോപ്പിക്കിന് ഒരു ബലം വേണം. അപ്പോൾ വൺസ് ടോപ്പിക്കിന് ഒരു ബലം കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനേഴ്സും പ്രിപ്പയർ ചെയ്യാം. വന്നിട്ട് ഇപ്പോൾ മേ ബി ഈ ഒരു ഡിസ്കഷൻ തന്നെ എനിക്ക് ഒരു പ്രൂഫായിട്ട് പറയാം. ഇതിൽ ജോസഫിൻ്റെ അഭിപ്രായങ്ങൾ എനിക്കൊരു ഇൻ്റർവ്യൂ പോലെ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ എനിക്ക് വന്നിട്ട് ഇതിലുള്ള ട്രാൻസ്ക്രിപ്റ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് എനിക്ക് ചെയ്യാം. ബേസിക്കലി ഇതാണ് ടോപ്പിക്ക്. യെസ്. അപ്പോൾ ടോപ്പിക് ഒന്നും കൂടെ വ്യക്തമായിട്ട് നമുക്കൊന്നുകൂടെ പറയാം. 5 വർഷത്തിന് താഴെയുള്ള IT പ്രൊഫഷണലുകളുടെ സ്വഭാവം ബേസ് ചെയ്തുകൊണ്ട് അവരുടെ സാമ്പത്തിക ഡിസിഷൻസ് എങ്ങനെ എടുക്കുന്നു എന്നതിനെ പറ്റിയുള്ള ഒരു ആധികാരികമായിട്ടുള്ള ഒരു സ്റ്റഡി. ഇതിന്റെ അവസാനം ഇത് നമ്മുടെ PhD-യിലേക്കോ ഡോക്ടറേറ്റിലേക്കോ ഒക്കെ പോകാൻ പ്രാപ്തിയുള്ള ഒരു ഇതാണോ, അത് വേറെയാണോ? ആക്ച്വലി ശരിക്കും ഈ റിസർച്ച് ഒരു ഡോക്ടറേറ്റ് ലെവൽ റിസർച്ചിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. ഇപ്പൊ കറന്റ് എനിക്കത് കിട്ടത്തില്ല, കാരണം ഞാൻ ചെയ്യുന്നത് MBA ആണ്. MBA-യുടെ സാധനം മാത്രമേ എനിക്ക് കിട്ടുള്ളൂ. ഞാനിപ്പോൾ ഈ സാധനം കുറച്ചും കൂടി ഇതിന്റെ സ്കോപ്പ് കുറച്ചും കൂടി കൂട്ടിയിട്ട് ഇപ്പോൾ ഒരു ഡോക്ടറേറ്റ് DBA, നമുക്ക് ഡോക്ടർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്.
അപ്പോൾ മേ ബി നമ്മൾ കാലങ്ങൾ കഴിയുമ്പോൾ മേ ബി ഒരു 5 or 10 years ഒക്കെ കഴിയുമ്പോൾ അങ്ങനെ ഒരു പോസിബിലിറ്റി വരികയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു എക്സ്പാൻഡഡ് ആയിട്ടുള്ളൊരു ടോപ്പിക് എടുത്തിട്ട് ചെയ്യാം. അത് ഫ്യൂച്ചറിലുള്ള കാര്യമാണ്, നമുക്കൊരു ഉറപ്പില്ല. അപ്പം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഡോക്ടറേറ്റ് കിട്ടും. ഇപ്പം എനിക്കൊന്നും കിട്ടില്ല, ഇപ്പം ജസ്റ്റ് ഒരു MBA ഡിഗ്രി മാത്രമേ കിട്ടുള്ളൂ. ഇത് സക്സസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 50% മാർക്ക് ഉണ്ടെങ്കിൽ എനിക്ക് കിട്ടും. അതാണ് ഇപ്പോൾ ഇതിൻ്റെ കറണ്ട് ഇത്. അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പിക്കിൽ എന്തെങ്കിലും ഇപ്പോൾ ഈ ടോപ്പിക്ക് വെച്ചിട്ട് നമുക്കൊരു ഡിസ്കഷൻ നടത്താമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ മേ ബി ഞാൻ ഇതിൽ കൊണ്ടുവന്നൊരു ഹൈപ്പോത്തസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അസംഷൻ ബേസ്ഡ് ഓൺ ഇൻട്രാക്ടിങ് വിത്ത് പീപ്പിൾസ്. ഇപ്പോൾ ഞാനിപ്പോൾ 1 year 2 year 3 year എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിട്ട് സംസാരിച്ചിട്ടുണ്ട്, ടിൽ 5 year എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് പേഴ്സണലി ഒരു തോട്ട് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ നമ്മുടെ ഫിനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കാൻ അല്ലെങ്കിൽ വെൽത്ത് മാനേജ്മെൻറ്റ് എടുക്കാനായിട്ട് പൊതുവെ ഈ ഏർലി കരിയർ ആയിട്ടുള്ള, അതായത് കോളേജ് കഴിഞ്ഞിട്ട് നേരെ IT പ്രൊഫഷനിലേക്ക് വന്ന ആൾക്കാർക്ക് ഒരു ഇൻട്രസ്റ്റ് പൊതുവെ കുറവാണ്. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും അവർ ചെയ്യുന്നില്ല. ഞാൻ കണ്ടുവന്നൊരു ട്രെൻഡ് അതാണ്. ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ വൺ ഓഫ് ദ ക്ലോസ് ഫ്രണ്ട്, ഞാൻ പേര് പറയുന്നില്ല, പേര് നമുക്കൊരു കാര്യം ചെയ്യാം, ക്യാരക്ടർ A അല്ലെങ്കിൽ പേഴ്സൺ A എന്ന് വിചാരിക്കാം. ഈ ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ അമൽ, ഓക്കെ അമൽ ഒരു പേര് അമൽ. അപ്പോൾ അമൽ എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അമൽ ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒപ്പം തന്നെ ജോയിൻ ചെയ്ത ആളാണ്. ഒരു കാര്യം കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം നമ്മൾ IT പ്രൊഫഷണൽസിൻ്റെ കേസ് പറയുന്നതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ബോംബ് എന്ന് എല്ലാം പറഞ്ഞ് പേര് വേണമെങ്കിൽ മാറ്റാം. ബിക്കോസ് നമ്മുടെ ഇപ്പോഴും ഒരു ബോംബിൻ്റെ കാര്യം ഓർമ്മയില്ലേ? ബോംബ് എന്താണ് എനിക്ക് മനസ്സിലായില്ല. ഇതിലൊക്കെ നമ്മളൊരു ബോംബിനെ വെച്ച് എക്സാമ്പിൾ പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്? ഓ, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഓക്കെ, നമുക്ക് അമൽ വെച്ച് തന്നെ, അമലാണ് കോമൺ. നമ്മളെല്ലാത്തിലും ട്രോളിലൊക്കെ കാണുന്ന അമലുള്ള അമൽ, വിഷ്ണു അങ്ങനെയൊക്കെയുള്ള. സോ അമൽ, വി ക്യാൻ ടേക്ക് ഇറ്റ് അമൽ. അപ്പോൾ അമലും ഞാനും ഒരേ സമയത്ത് വർക്ക് ആരംഭിച്ച ആൾക്കാരാണ്. നമ്മൾ ഒരേ സമയത്ത് IT-യിലേക്ക് വന്ന ആൾക്കാരാണ്. അപ്പോൾ എൻ്റെ പേര് വർഗീസ്, കൂട്ടുകാരൻ്റെ പേര് അമൽ. അപ്പോൾ വർഗീസും അമലും ഒരേപോലെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ദേ ഹാവ് ഓൾമോസ്റ്റ് ഈക്വൽ സാലറി. ഈ സാലറി മേ ബി ഡിഫറെൻറ്റ് ഓർ ഈക്വൽ സാലറി ആയിട്ട് കൺസിഡർ ചെയ്യാം. വർഗീസ് എന്ത് ചെയ്യുന്നു? വർഗീസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ വർഗീസിൻ്റെ 50% ഓഫ് ദ സാലറി ഗോസ് ടു ഇൻവെസ്റ്റ്മെൻറ്റ്, സ്റ്റോക്ക് മാർക്കറ്റ്, മ്യൂച്വൽ ഫണ്ട്, PPF, LIC, അങ്ങനെ എമർജൻസി ഫണ്ട്, അങ്ങനെ പല പല കാര്യങ്ങളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പോകുന്നു. ഈ അമൽ എന്ത് ചെയ്യുന്നു? അമൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നുമില്ല ഇനീഷ്യലി. വർഗീസ് എപ്പോഴും അമലിനോട് പറയുന്നുണ്ട്, വർഗീസ് ഈ ഒരു സംഭവം നീ ചെയ്യ്, ഫ്യൂച്ചറിൽ നിനക്ക് നല്ല ബെനിഫിറ്റ് ഉണ്ടാവും. പക്ഷെ അമൽ അങ്ങനെ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നില്ല, ഇതങ്ങനെ നെഗ്ലക്റ്റ് ചെയ്ത് വിടാറുണ്ടായിരുന്നു എപ്പോഴും. ബട്ട് അമൽ വൺസ് റീച്ച്ഡ് 3rd year, അതായത് ഏകദേശം നിയർലി നൗ, ഇപ്പോൾ എനിക്ക് 3 വർഷം എക്സ്പീരിയൻസ് ആയി. ഇപ്പോൾ അമൽ ഞാൻ 3 വർഷത്തിൽ എൻ്റെ ഒരു ഗ്രോത്ത്, അല്ലെങ്കിൽ എനിക്ക് അത്ര ഗ്രോത്ത് ഒന്നുമില്ല, ബട്ട് സ്റ്റിൽ ഈ കാണുന്ന ഈ ഗ്രോത്തും ഈ വർത്തിറ്റായിട്ടുള്ള സംഭവങ്ങളും ഇതിനെപ്പറ്റി ഇപ്പോഴാണ് ഈ അമലിന് എന്താണ് അറിവ് വന്നത്, അമലിന് ജ്ഞാനം വന്നത് ഇപ്പോഴാണ്, ബോധോദയം വന്നത് ഇപ്പോഴാണ്. അപ്പോൾ അമലിപ്പോൾ വിഷമിക്കുകയാണ്, വൈ ഐ ഡിഡ്ന്റ് സ്റ്റാർട്ടഡ് ഏർലിയർ. അപ്പോൾ അമലിന് എന്താണ് വിഷമം? അമലിന് ഇത്രയും ഒരു വെർത്ത് ഉണ്ടാക്കാൻ പറ്റിയില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ വെറുതെ പൈസ അനാവശ്യമായി വേറെ രീതിയിൽ ചിലവാക്കി, കുറച്ചും കൂടി ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ വന്നിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ പോകാമായിരുന്നു. ബട്ട് ഹീസ് ഓക്കെ, ഹീസ് കംപ്ലീറ്റ്ലി ഓക്കെ വിത്ത് ദാറ്റ്. ഇപ്പോഴാണെങ്കിലും അറ്റ്ലീസ്റ്റ് ഹീസ് ഹാപ്പി ടു, ഐ മീൻ ഞാൻ ഹാപ്പിയാണ് ഇത് ഇപ്പോഴെങ്കിലും സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ നോർമലി കണ്ടുവരുന്ന ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 വർഷം കഴിയുമ്പോൾ 5+ year എക്സ്പീരിയൻസ് ആകുമ്പോൾ എല്ലാവർക്കും ഒരു തോട്ട് വന്നു തുടങ്ങുന്നത് കല്യാണത്തിൻ്റെയൊക്കെ ടൈം ആകുമ്പോൾ. അപ്പോൾ നോർമലി ആ ഒരു ഡിസ്റ്റൻസിലേക്ക് ആവാൻ പോയില്ല, അതുകൊണ്ട് ഐ എം ഹാപ്പി. ഇപ്പം പിന്നെ കൂടുതൽ ആൾക്കാരും വേഗം കല്യാണം കഴിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ അവർക്ക് കുറച്ചൊരു മുമ്പേ ഈ തോട്ട് വരാനും ചാൻസ് ഉണ്ട്. അതെ, പക്ഷേ ഈ അമലിൻ്റെ കല്യാണം എന്തായാലും ആയിട്ടില്ല, അമലിൻ്റെ കല്യാണത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സാധനമല്ല ഇതിലേക്ക് വന്നത്. അപ്പോൾ ഇത് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്കഷൻസ് ഞാൻ കണ്ടിന്യൂസ്ലി ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത്, പിന്നെ വേറൊരു ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒപ്പം ഇപ്പോൾ റീസെൻ്റ്ലി കയറിയ ജൂനിയേഴ്സ് അവർക്കൊക്കെ ഞാൻ മോട്ടിവേറ്റ് ചെയ്തപ്പോൾ കുറേ പേരൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇനീഷ്യലി തന്നെ കുറച്ചൊന്ന് പുഷ് ചെയ്തപ്പോഴേക്കും ഒരു 6 months അവർ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അവർക്ക് 6 months സ്റ്റാർട്ട് ചെയ്തപ്പോൾ അങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ഞാൻ ഇവനോട് പറയുമ്പോൾ ഇവനും ഒരു മോട്ടിവേഷൻ. അപ്പോൾ അങ്ങനെയാണ് എന്താണ് ഇവൻ സ്റ്റാർട്ട് ചെയ്തത്. ബട്ട് ഹീസ് ഗുഡ് നൗ. മ്യൂച്വൽ ഫണ്ട്സിൽ ഇപ്പം അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഇടുന്നുണ്ട്. മ്യൂച്വൽ ഫണ്ടിലാണെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിൽ ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, അതൊരു റിസ്ക് എലമെൻറ്റ് എടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട്. ബട്ട് ഞാനൊരു പ്രോപ്പർ പ്ലാൻ പറഞ്ഞു കൊടുത്തു, ആ പ്ലാനിൽ ഇപ്പോൾ പോകുന്നുണ്ട്. 4 ഡിഫറെൻറ്റ് മ്യൂച്വൽ ഫണ്ട്സിൽ അവൻ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരെണ്ണം സ്മോൾ ക്യാപ്പ്, ഒരെണ്ണം മിഡ് ക്യാപ്പ്, ഒരെണ്ണം ലാർജ് ക്യാപ്പ്, ഒരെണ്ണം ഒരു മൾട്ടി പരാഗ് പെരിയുടെ ഒരു ഫ്ലെക്സി ക്യാപ്പ്.
അപ്പോൾ അങ്ങനെ 4 ഡിഫറെൻറ്റ് അത്യാവശ്യം ഡൈവേഴ്സിഫൈഡ് ആണ്. റിസ്ക് ഉണ്ട്, പക്ഷേ അതേപോലെ തന്നെ റിസ്ക് കുറവുള്ള സാധനങ്ങളും ഉണ്ട്. ഫുള്ളി എക്സ്പോസ് ഫുള്ളി എക്സ്പോസ് ടു ഇക്വിറ്റി കൂടുതലും റിസ്ക് തന്നെയാണ് ഒരു കണക്കിന് പറഞ്ഞാൽ. അതെ എന്തായാലും ഇൻവെസ്റ്റ്മെന്റ് ഈസ് കൈൻഡ് ഓഫ് റിസ്ക്. ഇപ്പോൾ PPF ഒന്നും അങ്ങനെയൊന്നും കാര്യങ്ങളൊന്നും അവൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ അവൻ ഇച്ചിരി റിസ്ക് എടുക്കണം അപ്പോൾ അതുകൊണ്ടായിരിക്കാം, കാരണം വേഗം ഗ്രോത്ത് വേണ്ട. അപ്പോൾ അതെ അപ്പോൾ ലെറ്റ് ഹിം ഡു ദാറ്റ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കണ്ടുവന്ന ഒരു ട്രെൻഡ് അതായതുകൊണ്ട് എൻ്റെ ഹൈപ്പോത്തിസിസ് ഞാൻ പറയുന്നത് ഇത് തന്നെയാണ്. ഫിനാൻഷ്യൽ ലിറ്ററസി, ബിഹേവിയർ ബയസസ്. ഇതിൽ ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ കേസ് ഇത് നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് ഈ സാധനം മനസ്സിലാക്കിയത്. അതായത് ഇവന് ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ ഇവന് മനസ്സിലായില്ല, ഇവന് ഫിനാൻഷ്യൽ ലിറ്ററസി ഇല്ല. അതായത് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെയൊക്കെയാണ് സംഭവം, ഇങ്ങനെയൊക്കെ പൈസ വരും. ഹീ ഡസൻറ്റ് ഈവൻ കെയർ അബൌട്ട് ഇറ്റ്. ബട്ട് വൺസ് ഹീ ഡയറക്ട്ലി സീ ദ ഗ്രോത്ത്, അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിനെ നേരിട്ട് അനുഭവിച്ചറിഞ്ഞപ്പോൾ അവന് എന്ത് വന്നു, ഫിനാൻഷ്യൽ ലിറ്ററസി വന്നു. ഫിനാൻഷ്യൽ ലിറ്ററസി വന്നപ്പോഴാണ് അവന് തോട്ട് വന്നത്, ഐ നീഡ് ടു ഡു ദിസ്, ഐ നീഡ് ടു ഡു. അവിടെ അപ്പം ബിഹേവിയറിൽ എവിടെയാണ് വരുന്നത്? അവന്റെ ബിഹേവിയറിലുണ്ടായ പ്രശ്നം, അവനത് അറിവില്ലായ്മയല്ലേ അവന്റെ ഇൻവെസ്റ്റ്മെന്റിനെ സ്റ്റോപ്പ് ചെയ്തത്? അതെ ഞാൻ പറഞ്ഞ ഫസ്റ്റ് ഫാക്ടറാണ്. ഞാൻ ഫസ്റ്റ് ഫാക്ടറിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഞാൻ എല്ലാ ഫാക്ടർ 2ലേക്ക് വരാം. അപ്പോൾ ഈ ഫിനാൻഷ്യൽ ലിറ്ററസി വെൽത്ത് മാനേജ്മെന്റിനെ ഡയറക്റ്റ്ലി ഇമ്പാക്ട് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പ്രൂവ് ചെയ്തതാണ്. ഞാനിപ്പോൾ ഇത് ഒരിക്കലും ഒരു റിസർച്ച് തീസിന്റെ ഒരു പ്രൂഫായിട്ട് പറയാൻ പറ്റത്തില്ല. എനിക്ക് പ്രോപ്പറായിട്ട് പീപ്പിളായിട്ട്, ഇപ്പം ഞാൻ ജോസഫായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് പലരായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സർവേ ഒക്കെ നടത്തി പ്രീവിയസ് റിസർച്ച് പേപ്പേഴ്സിൽ എങ്ങനെയാണ് ചെയ്തത് എല്ലാം നോക്കിയിട്ടായിരിക്കും എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഞാൻ എൻ്റെ ഹൈപ്പോത്തസിസാണ്, ദാറ്റ്സ് മൈ കംപ്ലീറ്റ് അസംഷൻ ബേസ്ഡ് ഓൺ മൈ കറന്റ് എക്സ്പീരിയൻസ് ഓർ കറന്റ്. അതായത് ഹൈപ്പോത്തസിസ് പ്രൂവ് ചെയ്യാം, റിജക്ട് ചെയ്യാം. ഹൈപ്പോത്തസിസ് നമുക്ക് റിജക്ട് ചെയ്യാം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ബിടെക്കിൽ പഠിച്ചിട്ടുണ്ട് ഈ സാധനം, ഹൈപ്പോത്തസിസ് പ്രൂവിങ്, റിജക്റ്റിംഗ്, നൾ ഹൈപ്പോത്തസിസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? പേപ്പർ എനിക്ക് ഓർമ്മയില്ല. ബിസിനസ് എക്കണോമിക്സിലായിരിക്കും മിക്കവാറും, അങ്ങനത്തെ റിലേറ്റഡ് സബ്ജക്റ്റ് ആയിരിക്കും. ബിസിനസ് എക്കണോമിക്സ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. ബിസിനസ് എക്കണോമിക്സ് അത് തന്നെ. അതിൽ അതായത് S5 നമ്മൾ പഠിച്ചേക്കുന്നത്. S5 ബിസിനസ്, S5 ഓർ S6 ഈ 2 സബ് സെമ്മിലാണ് ബിസിനസ് എക്കണോമിക്സ് വരാം. ചിലർക്ക് S5, ചിലർക്ക് S6. അത് അങ്ങനത്തെ ഒരു പേപ്പർ, കോമൺ പേപ്പറാണ്. എല്ലാവരും ബിടെക്കുള്ള എല്ലാവരും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് IT-കാർക്ക് മാത്രമല്ല നോൺ IT-കാർക്കും ഇത് അറിയാം. അതായത് പഠിച്ചിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, അപ്പോൾ എനിവേസ് ഈ ബിസിനസ് എക്കണോമിക്സിൽ പറയുന്ന സാധനം നൾ ഹൈപ്പോത്തസിസ്. നമ്മളൊരു സാധനം പറയുന്നത്, ഇപ്പോൾ നോർമലി നമുക്ക് ഹൈപ്പോത്തസിസ് പറയും. ഇപ്പോൾ ഞാൻ പറയാണ് ഈ ഫിനാൻഷ്യൽ ലിറ്ററസി വെൽത്ത് മാനേജ്മെൻറ്റിൽ ഇമ്പാക്റ്റ് ഉണ്ട് എന്ന് ഞാൻ പറയാണ്. ഈ ഏർലി കരിയർ IT പ്രൊഫഷണൽസ് നോർമലി ഇങ്ങനെ വെൽത്ത് മാനേജ്മെൻറ്റ് ചെയ്യുന്നില്ല. അവർക്ക് അതിലുള്ള ഇൻട്രസ്റ്റ് ഇല്ല. സോ ദേ ഹാവ് ലെസ് ഫോക്കസ് ഓൺ ദിസ് വെൽത്ത് മാനേജ്മെൻറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. അവരങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നില്ല പ്രോപ്പർലി. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് നൾ ഹൈപ്പോത്തസിസ്. അതാണ് എൻ്റെ ഹൈപ്പോത്തസിസ്. ഇവർ ചെയ്യുന്നില്ല. അപ്പോൾ നൾ ഹൈപ്പോത്തസിസ് H0 എന്നായിരിക്കും അതിനെ പറയാം. H0 എന്ന് നോർമലി അതിൻ്റെ നൊട്ടേഷൻ. അതിന് ഞാൻ കിടക്കുന്നില്ല, അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിക്കാൻ വേണ്ട, വിട്ടേക്ക്. അപ്പോൾ നമ്മൾ എന്താണ് പറയുക, ഇത് ഞാൻ പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് പറയണം. അപ്പോൾ ഞാൻ പറയുന്നത് ഇവർ ഇങ്ങനെ, അതായത് 5 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ, ഇവർക്ക് നിലവിൽ ഫിനാൻഷ്യൽ ലിറ്ററസി ഇല്ല, അല്ലെങ്കിൽ അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്നില്ല എന്ന് ഞാൻ പറയാണ്. അപ്പോൾ അത് പറ്റും എന്നുള്ളതായിരിക്കും നൾ ഹൈപ്പോത്തസിസ് ആയിട്ട് വരാം. എന്നിട്ട് ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ് ആയിരിക്കും ഇതൊക്കെ ഞാൻ ടെക്നിക്കൽ ടൈംസിലേക്ക് വരണം. അത് കൂടുതൽ ഞാൻ സംസാരിക്കേണ്ട ആവശ്യമില്ല. എനിവേസ് ഞാൻ പറയുന്ന സംഭവത്തിനെ പ്രൂവ് ചെയ്യുകയോ റിജക്റ്റ് ചെയ്യുകയോ ചെയ്യണം, അത്രേ ഉള്ളൂ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ പറയുന്ന സംഭവം ആണോ സത്യം, അതോ ഞാൻ പറഞ്ഞ അല്ലേ സത്യം. ഇത് എനിക്ക് സർവേയിലൂടെയും കുറച്ച് ടെക്നിക്കൽ സ്റ്റാറ്റിസ്റ്റിക്കിലൂടെയും പ്രൂവ് ചെയ്യണം. ഒന്നും കൂടെ പറഞ്ഞ്, അതായത് ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഇയർലി IT പ്രൊഫഷണൽസിന് ഫിനാൻഷ്യൽ ലിറ്ററസി ഇല്ല എന്നാണോ പ്രൂവ് ചെയ്യേണ്ടത്, അതോ അവർക്ക് ബിഹേവിയറൽ പ്രശ്നങ്ങൾ കൊണ്ട് ഫിനാൻഷ്യൽ ലിറ്ററസി ഇല്ലെന്നാണ്? ആക്ച്വലി എൻ്റെ ടോപ്പിക്ക് വെച്ചിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഫിനാൻഷ്യൽ ലിറ്ററസി ആൻഡ് ബിഹേവിയറൽ ബയസസിൻ്റെ ഇമ്പാക്റ്റ് ഈ വെൽത്ത് ഒരു പേഴ്സൺ, അതായത് എൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എനിക്ക് വെൽത്ത് മാനേജ്മെൻറ്റിൻ്റെയും ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനിലെയും ഞാൻ എടുക്കുന്ന ആ ഒരു ഡിസിഷൻ, അതിന് ഫിനാൻഷ്യൽ ലിറ്ററസിക്കും ബിഹേവിയർ ബയസിനും ഒരു ഇമ്പാക്റ്റ് ഉണ്ടോ ഇല്ലയോ, അതാണ് എനിക്ക് അറിയേണ്ടത്. യെസ് ഓർ നോ. അപ്പം ഞാൻ പറയുന്നത് ഉണ്ട്, അതിന് ഇമ്പാക്റ്റ് ഉണ്ട്. അതായത് ഫിനാൻഷ്യൽ ലിറ്ററസി കുറവാണ് ഈ ഒരു ഏർലി കരിയർ IT പ്രൊഫഷൻസിൽ പൊതുവേ കുറവാണ്. അത് ഫസ്റ്റ് പ്രൂവ് ചെയ്യണം. അത് പ്രൂവ് ചെയ്തതിന് ശേഷം അവർക്ക് ഉള്ള വെൽത്ത് മാനേജ്മെൻറ്റിലുള്ള ഇമ്പാക്റ്റ് അതും പ്രൂവ് ചെയ്യണം. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ യെസ് ഓർ നോ ആൻസർ കിട്ടും. ഇതാണ് എൻ്റെ ഫൈനൽ തീസിൻ്റെ ഒരു ഔട്ട്പുട്ട് അല്ലെങ്കിൽ കൺക്ലൂഷൻ. ചിലപ്പോൾ ഇതിലൊരു കൺക്ലൂഷൻ എനിക്ക് കിട്ടത്തില്ല. അപ്പോൾ ഫർദർ സ്റ്റഡി പോലെയോ അല്ലെങ്കിൽ എൻ്റെ ഒരു ഔട്ട്പുട്ട്
ഞാൻ ഇതൊക്കെയാണ് സ്റ്റഡി ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ റെഫറൻസസ് എന്നുള്ള രീതിയിൽ എനിക്ക് പറയാം. അത് വെച്ചിട്ട് ക്ലോസ് ചെയ്യാം. അപ്പം നോർമലി ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ഔട്ട്പുട്ട് കിട്ടും തന്നെയാണ്. അപ്പോൾ അത് ഔട്ട്പുട്ട് ആണെങ്കിൽ ഫർദർ നമ്മുടെ അടുത്ത് ഇനി വരാൻ പോകുന്ന ഡിസ്കഷൻസിലേക്ക് നമുക്ക് സംസാരിക്കാം. അതിലപ്പം ഈ IT പ്രൊഫഷനുകൾക്ക് എടുത്തു പറയുന്നത് എന്താണ്? അപ്പം അവിടെ അങ്ങനെ ഒരു കമ്പാരിസൺ ഉണ്ടോ? അതായത് IT-ലേക്ക് കയറുന്നവർക്ക് ഫിനാൻഷ്യൽ ലിറ്ററസി കുറവാണെന്നും അല്ലാത്ത ബാക്കി ജോലി ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഉണ്ടാകും, അങ്ങനെ ഒരു രീതി ഉണ്ടോ? ആക്ച്വലി അങ്ങനെയൊന്നുമില്ല. ഇതെടുക്കാൻ കാരണം വെച്ചാൽ നീഷ് മാർക്കറ്റ് വേണം. നമുക്ക് ഒരുപാട് സമയമില്ല. എനിക്ക് 3 to 4 months ഉള്ളൂ റിസർച്ച് ചെയ്യാൻ സമയം. സോ എനിക്ക് ഒരിക്കലും വേറെ ആൾക്കാരെ റിസർച്ച് ചെയ്യാൻ സമയം കിട്ടത്തില്ല. വേറെ എടുത്തേ ഉള്ളൂ. അതെ, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എനിക്ക് വേണമെങ്കിൽ കേരള മൊത്തത്തിലെടുക്കാം. പക്ഷേ കേരള മൊത്തത്തിലെടുക്കുമ്പോൾ ഞാൻ എല്ലാ ജോബ് സെക്ടർ നോക്കണം. ഇതാവുമ്പോൾ എനിക്ക് വളരെ ആക്സസിബിൾ ആണ്. ഇപ്പോൾ ഇവിടെ സ്മാർട്ട് സിറ്റിയിലാണെങ്കിലും ഇൻഫോ പാർക്കിലാണെങ്കിലും പല പല സ്ഥലങ്ങളിൽ, ഇപ്പോൾ ടെക്നോ പാർക്കിലാണെങ്കിലും എനിക്ക് കുറേ കോൺടാക്ട്സ് ഉണ്ട്. കുറേ കോൺടാക്ട്സ് അല്ല, എന്നാലും സ്റ്റിൽ ഐ ഹാവ് കോൺടാക്ട്സ്. ഇപ്പം എൻ്റെ കമ്പനിയിൽ തന്നെ എനിക്ക് കുറേ പേരെ കിട്ടും. 10-100 പേരെ കിട്ടുകയാണെങ്കിൽ തന്നെ അത് ദാറ്റ്സ് എ ഗുഡ് നമ്പർ. അപ്പോൾ ഒരു വേറെ കുറച്ച് കമ്പനീസിലുള്ള എൻ്റെ ഒപ്പം പഠിച്ചവർ ജൂനിയേഴ്സ് സീനിയേഴ്സ് കുറേ പിള്ളേരുണ്ടല്ലോ. അപ്പോൾ ഇവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു ബെസ്റ്റ് ഒരു ആൻസർ എനിക്ക് കിട്ടും. ഒരു അൺബയാസ്ഡ് ആൻസർ കിട്ടുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരിക്കലും ബയസ്ഡ് ആയി പോവില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എങ്ങനെയാണ് ചോദിക്കുന്നത്? മീൻസ് എങ്ങനെയാണ് സർവേ നടത്തുകയാണ് ചെയ്യുന്നത്? അതോ ഒരു ഗൂഗിൾ ഷീറ്റ് ഷെയർ ചെയ്തിട്ട് അതിനകത്ത് കുറേ ക്വസ്റ്റ്യനെയർ കൊടുത്തിട്ട് അതിന് ആൻസർ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്? അതോ എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് മെത്തേഡ് ഇത് തീരുമാനമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനെയർ എന്തായാലും വേണം. സർവേ ഐ നീഡ് ടു ടേക്ക് സർവേ. അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പോൾ ഞാൻ ജോസഫിനോട് സംസാരിക്കുന്ന പോലെ തന്നെ ഐ നീഡ് ടു ടേക്ക് ഇൻ്റർവ്യൂസ്. എന്നിട്ട് ഇൻ്റർവ്യൂസിൽ ഇപ്പോൾ ഞാൻ ജോസഫിനോട് കുറച്ച് ക്വസ്റ്റ്യൻ ജോസഫ് എന്താണ്, അപ്പോൾ ജോസഫ് ആൻസർ പറയുന്നു. ഞാനത് ട്രാൻസ്ക്രിപ്റ്റ് ഒന്നല്ലെങ്കിൽ എഴുതുന്നു, അല്ലെങ്കിൽ അത് വീഡിയോ റെക്കോർഡ് ചെയ്ത് ഞാൻ ട്രാൻസ്ക്രിപ്റ്റ് ചെയ്തിട്ട് അതിനൊരു ഫോർമാറ്റ് ആക്കിയിട്ട് മാറ്റിയിട്ട് അതിൽ നിന്ന് ഞാൻ ഒരു ഇൻഫറൻസ് എടുക്കുന്നു. ഇതാണ് ജോസഫിൽ നിന്ന് സംസാരിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഇൻഫറൻസ്. അതൊരു ഇൻടേക്ക് പോലെ. അങ്ങനെ കുറേ സംസാരിച്ച് കുറേ ആൾക്കാരോട് ഒരു 10-25 ഇൻ്റർവ്യൂസ് ചിലപ്പോൾ നടത്തേണ്ടി വരും മാക്സിമം. ദെൻ ഒരു 500 ആൾക്കാരെ സർവേ നടത്തേണ്ടി വരും. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു 25 ഇൻ്റർവ്യൂസ് നടത്താൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ സർവേയിൽ 500 ഒന്നും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. 200 ആണ് ഞാൻ എയിം ചെയ്യുന്നത്. 200 to 500 ഇടയിൽ എനിക്ക് കിട്ടണം. അപ്പോൾ അതാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് എടുത്ത്. അപ്പോൾ ഇതാണ് ബേസിക്കലി എനിക്ക് പറയാനുള്ളത് എൻ്റെ ഈ ഒരു ഇതിനെപ്പറ്റി. പിന്നെ നമ്മൾ കുറേ ടെക്നിക്കൽ ടൈംസാണ് ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾക്കൊന്നും താല്പര്യം ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. എന്നാലും ഇപ്പം ഇത് പറയണം എന്നുള്ളതുകൊണ്ട് പറഞ്ഞാണ്. വേറെ എന്തെങ്കിലും ഇതിനെപ്പറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ജോസഫിനെ? വേറെ ഇപ്പം ഇതിനെപ്പറ്റി ചോദിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. വേറെ ചോദിക്കുക അല്ല, ഇപ്പം ഈ 25 പേരോട് വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ട് കൊടുക്കാനാണോ അതോ ജസ്റ്റ് അവരോട് ചുമ്മാ സംസാരിക്കാനാണോ ഇന്റർവ്യൂ വഴി ഉദ്ദേശിച്ചത്? വീഡിയോ റെക്കോർഡൊന്നും ചെയ്യേണ്ട. നമുക്ക് തീസ് പേപ്പറുള്ള എഴുതുന്നത്. ഈ പേപ്പറിൽ എഴുതുമ്പോൾ നമുക്ക് ഇപ്പം ഞാൻ ജോസഫിനോട് സംസാരിക്കുകയാണ്, ഞാൻ ജസ്റ്റ് ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നു, ട്രാൻസ്ക്രിപ്റ്റ് ഉണ്ട്. ഇപ്പം ഞാൻ ഇംഗ്ലീഷിലായിരിക്കും സംസാരിക്കുക. അപ്പോൾ ട്രാൻസ്ക്രിപ്റ്റ് കറക്റ്റ് കിട്ടും, അതിൻ്റെ ഉത്തരവും കിട്ടും. അതിന്നൊരു സമ്മറി പോലെ എടുത്തിട്ട് I need to just these are the summaries of the discussion. പക്ഷെ അവിടെ ഇപ്പം വർഗീസ് 25 പേരെ അപ്രോച്ച് ചെയ്യും. അപ്പോൾ 25 പേര് ഇതേപോലെ വീഡിയോ എടുക്കാൻ വേണ്ടി തയ്യാറാകണം, അല്ലെങ്കിൽ വർഗീസിനെ ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തയ്യാറാകണം. അങ്ങനെ തയ്യാറാകുന്നവരിൽ കൂടുതൽ ആൾക്കാരും വർഗീസിന് ഏറ്റവും അടുത്തുള്ള ആൾക്കാരായിരിക്കും. വർഗീസിന് ഏറ്റവും അടുത്തുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ വർഗീസ് അവരെ സ്വാധീനിക്കുകയും ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഈ പറയുന്ന 25 ആൾക്കാരെന്ന് പറയുന്നത്. അങ്ങനെ വർഗീസിനാൽ സ്വാധീനിക്കപ്പെടുന്ന 25 ആൾക്കാർക്കും ഫിനാൻഷ്യൽ ലിറ്ററസി കുറച്ചെങ്കിലും ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വർഗീസ് അങ്ങനെ ആരെങ്കിലും വർഗീസിന് അടുത്തുണ്ടെങ്കിൽ വർഗീസ് ഇത് കാര്യം പറഞ്ഞ് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ വർഗീസിന് അടുപ്പക്കാരായിട്ടുള്ള 25 പേരെ എടുത്ത് ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഔട്ട്പുട്ട് എക്സാക്ട്ലി നമുക്ക് വേണ്ട രീതിയിൽ കിട്ടാൻ ചാൻസ് ഉണ്ടോ? ഇല്ലില്ല, അത് ഒരിക്കലും ആ പേടി എനിക്കില്ല. കാരണം എൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ തന്നെ ഞാൻ ഫ്രണ്ട്സായിട്ടല്ല എന്തായാലും ഇൻ്റർവ്യൂ എടുക്കാൻ പോകുന്നത്. ഇൻ്റർവ്യൂ കുറച്ച് ഫ്രണ്ട്സിനെ വെച്ചെടുക്കും. അല്ലാതെ ഇപ്പോൾ കമ്പനിയിലുള്ള ആൾക്കാരായിട്ട് ഞാൻ എന്തായാലും കുറച്ച് നിങ്ങൾക്ക് ക്ലോസ് ആയിട്ട് അറിയുന്ന അല്ലെങ്കിലും ചെറിയ രീതിയിൽ അറിയുന്ന ആൾക്കാർ, ഇനി ജൂനിയേഴ്സ് വന്നവരുണ്ട്, അവരൊന്നും എനിക്ക് അറിയത്ത് പോലുമില്ല. ഞാൻ എന്തായാലും അവരുടെ നിന്ന് എടുക്കും. അപ്പോൾ എനിക്ക് എല്ലാ എക്സ്പീരിയൻസ് കയറിയും കുറച്ച് ആൾക്കാരെ വെച്ച് എനിക്ക് കിട്ടും. അപ്പോൾ ഒരു അൺബയസ്ഡ് ഡിസിഷൻ എന്തായാലും കിട്ടും. പിന്നെ ഞാൻ ഒരിക്കലും ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ ദേ ഹാഡ് ഇനീഷ്യലി നോ തോട്ട്സ് ഓൺ ദിസ്. അപ്പോൾ എനിക്ക് അത് വെച്ചിട്ട് തന്നെ ചോദിക്കാം. അതായത് ഞാനാണ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് ഈ സാധനം അറിഞ്ഞത് അല്ലേ. അപ്പോൾ പിന്നെ എന്തായാലും അത് ഒരിക്കലും ഒരു ബയസ്ഡ് വരത്തില്ല. കാരണം അതായത് അവരുടെ കറണ്ട് അല്ല, അവരുടെ തൊട്ട് മുമ്പിലുള്ള നോളജ് വരുന്നതിന് മുമ്പിലുള്ള കാര്യങ്ങളായിരിക്കും അപ്പം ചോദിക്കുന്നത്. അതായത് ഇപ്പോൾ അമലിൻ്റെ കേസ്, അമൽ എന്നുള്ള നമ്മൾ ക്യാരക്ടറിൻ്റെ പേര് പറഞ്ഞത്, ഈ അമലിൻ്റെ കേസിൽ അമൽ 3 year എക്സ്പീരിയൻസ് ആയപ്പോഴാണ് അവർക്ക് അറിഞ്ഞത്. ഇപ്പോൾ സെയിം സാധനം തന്നെ എനിക്ക് ചോദിക്കും, 3 വർഷമായിട്ട് എന്തുകൊണ്ട് ആൾ ചെയ്തില്ല. സോ അത് സിമ്പിൾ ആൻസർ ആണ്. സോ അപ്പോൾ എനിക്ക് ഇവിടെ പോയിന്റ് എനിക്ക് മീറ്റായി സിമ്പിളായിട്ട്. അപ്പോൾ അതാണ്.
പിന്നെ ബിഹേവിയറലിനെ പറ്റി സംസാരിക്കുമ്പോൾ എന്താണ് ഈ ബിഹേവിയറൽ ക്യാരക്ടറിനെ കുറിച്ച് കുറച്ചുകൂടെ പറയാമോ? അത് അവരുടെ ഓവർ സ്പെൻഡിങ് ആണോ, അതോ ഇതിനെപ്പറ്റി കെയർലെസ് ആയിട്ടുള്ള ആൾക്കാരാണോ, അതോ അവരുടെ ഫാമിലിയിൽ ഇഷ്ടം പോലെ കാശുള്ളവരാണെങ്കിൽ ഈ ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിനൊന്നും അവർ മൈൻഡ് ആക്കുന്നില്ലാത്തവരാണോ? എന്താണ് ബിഹേവിയറലിനെ പറ്റി നമുക്ക് കുറച്ചും കൂടെ സംസാരിക്കാം. ഓക്കെ, ഇതിൽ ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ കേസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് പ്യുവർലി ഡിപ്പെൻഡ്സ് ഓൺ ദ പേഴ്സൺസ് നോളജ്. അറിവാണ് ആളുടെ, അതായത് ആൾക്ക് അറിവുണ്ടെങ്കിൽ ആൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൊരു ഡിസിഷൻ. ഇനി ബിഹേവിയറിലാണെന്നുണ്ടെങ്കിൽ ആൾക്ക് ഉള്ള പേഴ്സണലായിട്ട് ആൾക്ക് എന്താ പറയുക, ഒരാൾക്ക് വീട്ടിൽ കുറേ സാഹചര്യങ്ങളുണ്ടാവും. അപ്പോൾ സാഹചര്യങ്ങൾ കാരണം ചിലപ്പോൾ ആൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നമ്മളെല്ലാ സൈഡും ചിന്തിക്കണം. ഇപ്പോൾ എല്ലാ ഫിനാൻഷ്യൽ ലിറ്ററസി ഉള്ള ആൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നില്ല. ഇപ്പോൾ ആൾക്ക് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ, ജോസഫ് പറഞ്ഞ പോലെ, ഒരു പണക്കാരനാണ്, വീട്ടിൽ നല്ല റിച്ച് ആണ്, അപ്പോൾ ആൾക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം ആക്ച്വലി ഇല്ല. പക്ഷേ സ്റ്റിൽ അല്ല, എനിക്കറിയാവുന്ന ഒരു ഫ്രണ്ടും ഉണ്ട്. ആ ഫ്രണ്ടിന് ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയും എല്ലാ കാര്യത്തെ പറ്റിയും വളരെ ഹൈ ആയിട്ടുള്ള അറിവുണ്ട്. അതായത് ഇന്നൊരു 25 കോടി രൂപ ലോട്ടറി അടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അവൻ എങ്ങനെയൊക്കെ അത് വിനിയോഗിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് മുഴുവൻ അറിയാം. പക്ഷെ അവന് കാശില്ല എന്നുള്ള ഒരൊറ്റ കുറ്റം മാത്രമേ അവനുള്ളൂ. പക്ഷെ അവന് ഫുൾ ഡീറ്റെയിൽസ് അറിയാം. അങ്ങനെയുള്ള ആൾക്കാർ ഇൻവെസ്റ്റ്മെന്റ് അവരപ്പം ചെയ്തിട്ടില്ല മര്യാദയ്ക്ക്, പക്ഷെ അവർക്ക് മുഴുവൻ കാര്യങ്ങളും ഏകദേശം ധാരണയുണ്ട്. യെസ്, അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഈ രണ്ടാമത്തെ ഫാക്ടർ നമ്മൾ ഇട്ടതിൻ്റെ കാരണം. മെയിനായിട്ട് നമുക്ക് പൈസ ഇല്ലാത്ത ഒരു റീസൺ, അല്ലെങ്കിൽ പല പല ഇഷ്യൂസ് കാരണം നമുക്ക് അറിവുണ്ടെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനത്തെ സെറ്റ് ഓഫ് ആ ഒരു ഡിസിഷൻസും നമ്മൾ ബിഹേവിയറൽ ബയാസ് എന്ന് പറയാൻ കാരണം അങ്ങനത്തെ ഒരു ബയാസ്ഡ് പ്രശ്നമുള്ളത് കൊണ്ട്, ആ ഒരു സാധനത്തിലേക്ക് കുറച്ചും കൂടി ചായ്വുള്ളത് കൊണ്ട്, ഇപ്പോൾ വീട്ടിൽ നമുക്ക് കുറേ ലോണൊക്കെ ഉള്ള ആൾക്കാരായിരിക്കാം. അപ്പോൾ ആൾക്ക് പൈസ ഇല്ല. പൈസ ഉണ്ടെങ്കിൽ, ഫ്രീ മണി കയ്യിലുണ്ടെങ്കിൽ, മോസ്റ്റ് പ്രോബ്ലി ഫിനാൻഷ്യൽ ലിറ്ററസി ഉള്ള ഒരാളാണെങ്കിൽ ഫ്രീ മണി കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ആൾ എന്തായാലും ഇൻവെസ്റ്റ് ചെയ്യും. ഈ പണക്കാരുടെ കേസ് ആൾ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്ന ആൾ ശുദ്ധ മണ്ടനാണെന്ന് ഞാൻ പറയുള്ളൂ. ആൾക്ക് ഫിനാൻഷ്യൽ ലിറ്ററസി ഇല്ല എന്നാണ് ഞാൻ പറയുള്ളൂ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് കുറേ പൈസ ഉണ്ട്, വീട്ടിൽ ഭയങ്കര റിച്ചാണ്, അപ്പോൾ ആൾ ഈ നക്കാപ്പിച്ച വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു സംഭവം പറഞ്ഞില്ലേ ജോസഫ്? അങ്ങനത്തെ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ ആൾക്ക് ഫിനാൻഷ്യൽ ലിറ്ററസി ഇല്ല എന്നാണ് ഞാൻ പറയുള്ളൂ. ഫിനാൻഷ്യൽ ലിറ്ററസി ഉള്ള ഒരാളാണെങ്കിൽ ഒരിക്കലും ആളങ്ങനെ ചെയ്യത്തില്ല. ആളെന്തായാലും ഇൻവെസ്റ്റ് ചെയ്യും. കാരണം ആ മണി ആൾക്ക് വലിയ കാര്യമായിട്ടൊന്നും തരുന്നില്ല. ആൾക്കൊന്നും ചെയ്യേണ്ട ആവശ്യം പൈസയുണ്ട്. ആ പൈസ വെറുതെ ചുമ്മാ പുള്ളി കളയാണെങ്കിൽ അത് മണ്ടത്തരാണ്. അത് വെറുതെ ബാങ്കിലിടുകയാണോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആൾ മണ്ടത്തരാണ്. ആൾക്ക് ഫിനാൻഷ്യൽ ലിറ്ററസി ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കിയത്. എൻ്റെ ഒരു തോട്ട് അങ്ങനെയാണ്. പക്ഷെ സ്റ്റിൽ ഈ കുറേ കാശുള്ള ആൾക്ക് അയാൾ ഏതെല്ലാം കാശ് ബാങ്കിലായിരിക്കുമല്ലോ ഇടുന്നത്. അപ്പം ഉറപ്പായിട്ടും അയാൾക്ക് ഒരു ബാങ്ക് പലിശ കിട്ടുന്നുണ്ടല്ലോ. സോ അയാൾ വീണ്ടും ഒരു എക്സ്ട്രാ 5% കിട്ടാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കാൻ ചാൻസ് ഇല്ലേ? ഒരു ആസ് എ നോർമൽ രീതിയിൽ നമ്മൾ ആലോചിക്കുമ്പോൾ ഇല്ല. കാരണം അത് ഇതിൽ ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം എന്ന് വെച്ചാൽ കോമ്പൗണ്ടിങ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ 7% ഇപ്പോൾ ഇതിൽ FD കിട്ടും. ഇപ്പോൾ ആള് FD അല്ലെങ്കിൽ FD എന്തായാലും ആളെടുത്തില്ല എന്ന് എനിക്ക് തോന്നണേ. ജസ്റ്റ് സേവിങ്സ് അതായത് 3% മാക്സിമം കിട്ടുന്നത് ഈ IDFCയിലൊക്കെയാണ് കൂടുതലുള്ളത്. അപ്പോൾ ഞാൻ IDFCയിൽ ഇട്ടിട്ടുണ്ട്. എമർജൻസി ഫണ്ട് എൻ്റെ IDFCയിലാണ്. അപ്പോൾ ഈ 3% ആൾക്ക് കിട്ടും. 3% കോമ്പൗണ്ട് ചെയ്താൽ എന്തോരം കൂടും? 3% ആൾക്ക് കിട്ടുന്നത് 15% റിസ്ക് ഉണ്ട്. പക്ഷെ 15% ഇയർ കിട്ടും. അപ്പോൾ ആ ഇതിൽ എത്ര പൈസ ഗ്രോ ചെയ്യും അവിടെ. പക്ഷെ ആൾക്ക് എനിക്ക് അത്ര യോജിപ്പില്ല. എന്നാൽ 12% കിട്ടാതിരിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 12% കിട്ടുന്നതാണെങ്കിലും 3 വർഷം കഴിയുമ്പോഴായിരിക്കും ചിലപ്പം ആദ്യത്തെ വർഷം 12% കിട്ടുന്നത്. അങ്ങനെയും കൂടെ അതെ അതെന്തായാലും ഉണ്ട്. ഇപ്പം സ്റ്റോക്ക് മാർക്കറ്റിൽ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു 2-3 ദിവസമായിട്ട് കുറച്ച് കയറുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം കയറുമെന്ന് എനിക്കറിയില്ല. ഞാൻ നേരത്തെ അന്ന് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഡിസംബർ 2025 ആകുമ്പോൾ നമ്മളൊരു നവംബർ ആയിരുന്നു പറഞ്ഞല്ലേ. നവംബർ ആണെങ്കിൽ ഒരു മാസം കൂടി തള്ളി നിൽക്കേണ്ടി വരും. കാരണം നമ്മൾ വിചാരിച്ച പോലെ മാർക്കറ്റ് അങ്ങോട്ട് കയറുന്നില്ല. എനിവേ നവംബറിൽ നോക്കാം. ട്രംപ് മോദിക്ക് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ചെറിയ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ആവട്ടെ, അത് ട്രംപിന് ബുദ്ധി തോന്നുകയാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് നല്ലൊരു, അല്ലെങ്കിൽ ട്രംപിന് തന്നെ പ്രശ്നം, നമുക്കൊരു പ്രശ്നമില്ല ആക്ച്വലി. നമുക്ക് വലിയ ഇമ്പാക്റ്റ് ഒന്നും വരില്ല. ലോങ് ടൈമിൽ നമുക്കൊരു ഇമ്പാക്റ്റും വരത്തില്ല. കാരണം ഇന്ത്യൻ എക്കണോമി ഈസ് വെരി ഗുഡ്. അത് ഇതിനു മുന്നേയും കുറേ ശക്തികൾ നമ്മളെ തകർക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ അതിൻ്റെ 3 ഇരട്ടി 4 ഇരട്ടി വളർന്നിട്ടേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്ന ശക്തികൾ ഏതായിരുന്നു? ചൈനയാണോ? ചൈന മാത്രമല്ല, കുറേ രാജ്യങ്ങൾ ഇന്ത്യനെ വളരെ പുച്ഛിച്ച് തള്ളിയിട്ടുണ്ടല്ലോ വളരെ പണ്ടൊക്കെ കാലത്ത്. അപ്പോൾ ആ ഒരു ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ ഓരോ ദിവസം കൂടുന്നവരും വളർന്നിട്ടേ ഉള്ളൂ. ഈവൻ ദോ വി ഹാവ് ഇന്ത്യൻ എക്കോണമി ഈസ് ഗ്രോയിങ് ഡേ ബൈ ഡേ. അതെ, ഡേ ബൈ ഡേ വളരാണ്. പക്ഷെ കുറേ പ്രശ്നങ്ങളുണ്ട് ഇന്ത്യൻ എക്കണോമിക്ക്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പൊളിറ്റിക്സിലേക്ക് പോകുന്നുള്ളത് കൊണ്ട് നമുക്ക് ആ ടോപ്പിക്ക് പിന്നെ ഒരു ദിവസം നമുക്ക് എന്തായാലും ഡിസ്കസ് ചെയ്യാം. കാരണം ഇതൊക്കെ ജോസഫിന് എനിക്ക് കുറ്റം പറയാനുള്ള കുറേ ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ അത് കറക്റ്റ് ചെയ്യാനുള്ള കുറേ ടോപ്പിക്സ് ഉള്ളതായിട്ടാണ് ഞാൻ അതിനെ കണക്കാക്കുന്നത്. അതെ അത് കറക്റ്റാണോ തെറ്റാണോ നമുക്ക് വഴിയേ അറിയാം.
അപ്പൊ ആ പ്രേക്ഷകർ തീരുമാനിച്ചോട്ടെ, നിങ്ങൾക്ക് കമന്റ് ഇടാം എന്താണെന്ന് വെച്ചാൽ. അപ്പൊ നിലവിലിപ്പോ ഞാൻ അതിനെപ്പറ്റി ഒരു നട്ട്ഷെല്ലിൽ ഒരു ചെറിയൊരു പറയാം. അതായത് ഇന്ത്യൻ എക്കണോമി ഈസ് ഗുഡ്, പക്ഷെ ഇന്ത്യൻ എക്കണോമിയിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇറ്റ്സ് നോട്ട് ഗുഡ്. അപ്പൊ അത് മേ ബി ഓരോ വർഷം കൂടുന്നതോറും ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എവരി എക്കോണമിയിൽ കുറച്ച് കാര്യങ്ങൾ നല്ലതായിരിക്കും, കുറച്ച് മോശം ഉണ്ടാവും. സോ ഇതിൽ ഇന്ത്യൻ എക്കണമിയിൽ ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും അടിപൊളി കാര്യം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണ്. അത് ഭയങ്കര അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഗവൺമെന്റ്. ദാറ്റ്സ് ഗുഡ്. ദാറ്റ്സ് മോഡി ഗവൺമെന്റ്. ഓക്കെ, ജോസഫിന് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണത്. ഓക്കെ, പൊളിറ്റിക്സ് ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എന്തെങ്കിലും ആവട്ടെ, അല്ല അത് നല്ലതിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യും. ഐ ആം നോട്ട് എ BJP ഫാൻ, പക്ഷേ ഞാനും അല്ല ഓക്കെ, അല്ലെങ്കിലും പൊളിറ്റിക്സിന്റെ ഫാനുകളാണ് നമ്മൾ. ഐ തിങ്ക് കൂടുതലും ഇപ്പോഴത്തെ യങ് ജനറേഷൻ ആയിട്ടുള്ള ആൾക്കാരെല്ലാം പൊളിറ്റിക്കൽ പാർട്ടിയോടല്ല, അവരുടെ ഓരോ ഡിസിഷൻസിനോടാണ് അവർക്ക് കൂടുതൽ താല്പര്യം. ഇപ്പൊ നമുക്ക് നേപ്പാളിലെ അവസ്ഥയൊക്കെ അറിയാം, നമ്മൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഓക്കെ, അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഗവൺമെന്റ് ഹാസ് ഡൺ ലോട്ട് ഓഫ് ഗുഡ് തിങ്സ്. ഇപ്പോൾ ഡിഫൻസ് ആണെങ്കിലും ഡിഫൻസ് ഭയങ്കര സ്ട്രോങ് ആണ്. പിന്നെ എക്സ്റ്റേണൽ അഫയേഴ്സ് അതൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇന്റേണൽ അഫയേഴ്സിൽ മോഡി ഈസ് എ ഗ്രേറ്റ് പരാജയം. എനിക്ക് മനസ്സിലായത് ഈ സംസ്ഥാനങ്ങൾ തമ്മിലുള്ളൊരു കണക്ഷൻ അത് BJP ഭരിക്കുന്ന സ്ഥലത്തല്ലാതെ ബാക്കി സ്ഥലത്ത് ഭയങ്കര കാര്യമായിട്ടൊന്നും ഇല്ല. പറയുന്ന എല്ലാ സംസ്ഥാനവും BJP ഭരിച്ചു കഴിഞ്ഞാൽ നല്ലൊരു കണക്ഷനോട് കൂടി ഇന്ത്യക്ക് വികസിപ്പിക്കാന്നാണോ? അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ ഇതൊരു മോണോപോളിയായി മാറില്ലേ? നമുക്ക് അതല്ല വേണ്ടത്. നമുക്ക് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഡെമോക്രസി, വി നീഡ് അവർ ഡെമോക്രസി. ഇപ്പം വോട്ട് ചോരിയൊക്കെ നടന്ന് ഞാനതിനെപ്പറ്റി പറയുന്നില്ല. അതിനെപ്പറ്റി അത് തെളിയിക്കപ്പെടാത്തത് കൊണ്ടും അതിനെപ്പറ്റി ഒരു പിന്നീടൊരു ഫർദർ ഡിസ്കഷൻസ് നടക്കാത്തതുകൊണ്ട് എനിക്കതിന് പ്രൂഫ് ഇല്ലാത്തത് കൊണ്ടും ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. അപ്പോൾ എനിവേസ് അതൊക്കെ സത്യങ്ങൾ ഭാവിയിൽ എന്തായാലും തെളിയിക്കപ്പെടുമായിരിക്കും. അതെ, എന്തായാലും സത്യം എന്തായാലും ഒരിക്കലും നഷ്ടപ്പെടില്ല, ഉറപ്പാണ്. ഇപ്പം ഈ വോട്ട് ചോരിയുടെ ഇഷ്യൂ നമ്മുടെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലും നടന്നിട്ടുണ്ടെന്നായിട്ടാണ് കേൾക്കുന്നത്. 10-20 വോട്ട് എക്സ്ട്രാ കൂടിയിട്ടുണ്ട് BJPക്ക്. അതെ. അതെന്തെങ്കിലും ആവട്ടെ, അതെനിക്ക് അറിയത്തില്ല, ഞാൻ അതിനെപ്പറ്റി ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞതെന്ന് കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇന്റേണൽ അഫയേഴ്സിൽ ഗവൺമെന്റ് നല്ല രീതിയിൽ ചെയ്യുന്നില്ല. അപ്പം അത് BJP ഗവൺമെന്റിന്റെ പ്രശ്നം തന്നെയാണത്. അതാണ് ഗവൺമെന്റ് ഒരു നെഗറ്റീവായിട്ട് ഞാൻ കണ്ടത്. അതായത് ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ, കമ്മ്യൂണിസ്റ്റ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളില്ല, സംസ്ഥാനം കേരളം മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ച് സംസ്ഥാനങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇവരോട് ഭയങ്കരമായിട്ട് അവഗണന കാണിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പോൾ കുറേ ഫണ്ടുകളൊക്കെ പിടിച്ചു വയ്ക്കുന്നു. പക്ഷെ അതും പ്രോപ്പർ ഒരു കുറച്ച് വാലിഡേഷൻസ് ഒക്കെ നിർമ്മല സീതാരാമനൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊക്കെ എത്രത്തോളം വാലിഡ് ആണെന്ന് അറിയത്തില്ല. ഇപ്പോൾ ഇവിടെ നാട്ടിലാണെങ്കിൽ നമ്മുടെ പിണറായി വിജയനെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇവർക്ക് അഗെയിൻസ്റ്റ് ആയിട്ട്. ഇതൊക്കെ സത്യമാണോ നുണയാണോ എന്നൊന്നും അറിയത്തില്ല. ഇനി സത്യമാണെങ്കിൽ BJP ചെയ്യുന്നതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫണ്ട് തടഞ്ഞു വെക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ കേരള പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്ര നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടായിട്ടും അതനുസരിച്ച് ഇത് ചെയ്യുക. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം നെക്സ്റ്റ് വരുന്ന ബില്ലാണ് ഈ ലോക്സഭയുടെ സീറ്റിൻ്റെ എണ്ണം ഈ പോപ്പുലേഷൻ അനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത്. അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. അത് കാരണം നമ്മൾ ഈ ടോപ്പിക്കിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത് പോപ്പുലേഷൻ കൺട്രോൾ നല്ല രീതിയിൽ നടപ്പാക്കിയ സംസ്ഥാനങ്ങളാണ് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. അപ്പോൾ അവർക്ക് അത് നല്ല രീതിയിൽ നടപ്പാക്കിയത് കൊണ്ട് അവർക്കൊരു നെഗറ്റീവ് വരുന്നൊരു സാധനമാണ് ഈ ഡിസിഷൻ. അതെനിക്കൊരിക്കലും ആസ് എ ഡെമോക്രാറ്റിക് പേഴ്സൺ എനിക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഡെമോക്രസിയുടെ ഒരു മെയിൻ റൂളാണ് പോപ്പുലേഷൻ അനുസരിച്ച് അവർക്ക് ഇമ്പാക്റ്റ് കൊടുക്കണം എന്നുള്ളത്. പക്ഷേ എന്നിരുന്നാൽ പോലും സിൻസ് ഗവൺമെൻറ് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തപ്പോൾ അതിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് പണ്ട് ആ ഒരു ടൈമിൽ സപ്പോർട്ട് ചെയ്ത സ്റ്റേറ്റ്സ് ആയിരുന്നു എല്ലാ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സും. അല്ല, പക്ഷേ ഡെമോക്രസി എന്ന് പറയുന്നത് തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആരെ വോട്ട് ചെയ്യുന്നു അവരല്ലേ ഡെമോക്രസിയിൽ വിഭജിക്കുന്നത്. അപ്പം പിന്നെ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഡെമോക്രസി അനുസരിച്ചിട്ട് തന്നെയല്ലേ നമ്മുടെ ആ രാജ്യം ആര് ഭരിക്കണം തീരുമാനിക്കേണ്ടത്. അവിടെയാണ് പ്രശ്നം. അവിടെയാണ് നമ്മൾ എന്തിനു കൺട്രോൾ ചെയ്തു, നമ്മൾ പോപ്പുലേഷൻ എന്തിനു കൺട്രോൾ ചെയ്തു, നമുക്ക് അത് ചെയ്യാണ്ടിരുന്നില്ലേ? കൺട്രോൾ ചെയ്തെന്നാ പറയുന്നത്. അവിടെ കേരളത്തിലൊക്കെ പോപ്പുലേഷനൊക്കെ നന്നായിട്ടില്ലേ? കേരളത്തിൽ പോപ്പുലേഷൻ നന്നായിട്ടൊക്കെ ഉണ്ട്. പക്ഷെ കേരളത്തിന്റെ ഒരു ഇതനുസരിച്ച് കേരളം എത്ര പെർസെന്റേജ് ആണ് ടോട്ടൽ ഇന്ത്യയുടെ പോപ്പുലേഷനിൽ? ഇന്ത്യയുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 140 or 150 crores ആണ്. അതിന്റെ 3.5 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 1% വരൂലേ? അതായത് 3 കോടിയാണ് ഇന്ത്യയിലുള്ള ആൾക്കാർ. 3/140, അതായത് ഒരു 2 to 3% ആണ്. 3 ഇല്ല, 3ക്ക് താഴെ. പക്ഷെ എനിക്ക് ഉറപ്പില്ല ഇത്. പക്ഷെ എനിക്ക് തോന്നുന്നു പോപ്പുലേഷൻ ഡെൻസിറ്റിയിൽ കേരളം അത്യാവശ്യം മുന്നിൽ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പണ്ട് എങ്ങനെയായിരുന്നു അത് അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പോപ്പുലേഷൻ കൂടിയിട്ടൊന്നുമില്ല. പോപ്പുലേഷൻ ഗ്രാഫ് കൂടിയിട്ടില്ല എന്തായാലും.
കേരളത്തിൻ്റെ. സെയിം ആണ് തമിഴ്നാട്, കർണാടക ഒക്കെ. ഇതിൽ ഡെൻസിറ്റി കൂടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമിഗ്രൻസ് കുറേ പേര്, അതങ്ങനെയാണ്. ഇമിഗ്രൻസ് മീൻസ് ബാക്കി സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർ, അങ്ങനെയാണ് കൂടിയിട്ടുള്ളത്. ഡൗട്ട്ഫുൾ ആണ് എനിക്ക്, ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല. ഓക്കെ, എന്തെങ്കിലും എന്തായാലും ഈ ഡിസിഷൻ എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. ഇതിനെപ്പറ്റി ഒരു വേണമെങ്കിൽ നമുക്കൊരു ചർച്ച തന്നെ ഇതിനെപ്പറ്റി നടത്താം, സെപ്പറേറ്റ്. അതെ അതെ, എനിക്ക് ഞാൻ ഇതിലൊന്നും പറഞ്ഞിട്ടില്ല, പിന്നെ നമ്മുടെ ടോപ്പിക്കുമായിട്ട് ഇതിന് ബന്ധവും ഇല്ല. നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. അതെ, നമ്മുടെ ടോപ്പിക്ക് കംപ്ലീറ്റ് വഴിയിരുന്നു ചെയ്ത് എവിടെ നിന്നാണ് പോയെന്ന് തന്നെ എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ എനിവേസ് നമുക്കൊരു ഇതിൽ പറയുകയാണെങ്കിൽ ഈ ബിഹേവിയറൽ ബയാസ് നമുക്ക് നമ്മുടെ സാഹചര്യങ്ങൾ, ഇപ്പോൾ പൊളിറ്റിക്സ്, അങ്ങനെ പല പല സാഹചര്യങ്ങളുണ്ടാവും. ഇപ്പോൾ വീട്ടിൽ ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ഉണ്ടാവാം, അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അമ്മയ്ക്കോ അപ്പനോ ഭയങ്കര ബുദ്ധിമുട്ട് സാഹചര്യങ്ങളുണ്ടാവും. അപ്പോൾ നമ്മളായിരിക്കും ഒരു മേജർ ഇൻകം സോഴ്സ്. അപ്പോൾ അങ്ങനത്തെ ഒരാൾക്ക് ഒരിക്കലും ഇപ്പോൾ ഈവൺ ആൾക്ക് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ പോലും ആൾ ഫിനാൻഷ്യൽ ലിറ്ററസി ആണെങ്കിലും ആൾക്ക് ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസിൽ ആൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. ബിഹേവിയറൽ ബയസിന് ഒരു ഇമ്പാക്റ്റ് ഉണ്ട്, ഒബ്വിയസ്ലി ഇമ്പാക്റ്റ് ഉണ്ട്. പക്ഷേ ആൾക്ക് വൈസ്ലി പൈസ യൂസ് ചെയ്യാം, അതിന് ഫിനാൻഷ്യൽ ലിറ്ററസി വിൽ ബി ഹെൽപ്പിംഗ്. അതൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എന്തായാലും വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഭയങ്കര ബുദ്ധിമുട്ട് സഹിക്കുന്ന ഒരാളാണ്, പൈസ ഭയങ്കര കുറവാണ്, ഒരു മേ ബി 20,000 30,000 സാലറി ഉള്ള ഒരാളാണെന്ന് വിചാരിക്കാം. വീട്ടിൽ കുറേ പ്രാരാബ്ദങ്ങളുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഉള്ള ആൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീ ക്യാൻ ടേക്ക് ഇൻഷുറൻസ്, ടേം ഇൻഷുറൻസ് ആൻഡ് ലൈഫ് ഇൻഷുറൻസ് ആൻഡ് ദാറ്റ് കൈൻഡ് ഓഫ് തിങ്സ്. വേറെ തൽക്കാലത്തേക്ക് ആൾക്കൊരു വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റേബിൾ ആവുന്നവരെ ഹീ ക്യാൻ കണ്ടിന്യൂ വിത്ത് ദിസ് ടേം ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ് എടുത്ത് പോകാം. കാരണം ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരാൾക്ക്, അതായത് പ്രാരാബ്ദങ്ങളുള്ള ഒരാൾക്ക് ഒരു മെഡിക്കൽ എമർജൻസി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ പെട്ടുപോകും. അപ്പോൾ ആൾ പെടാതിരിക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫസ്റ്റ് എടുക്കേണ്ട സാധനമാണ് ഇത്. അപ്പോൾ ഫിനാൻഷ്യൽ ലിറ്ററസി ഉള്ള ഒരാളാണെങ്കിൽ ഈവൻ ദോ ഹി ഹാസ് ലെസ് ഇൻകം ഹി വിൽ ഷുവർലി ടേക്ക് ദിസ്, കാരണം ആൾക്ക് ഫിനാൻഷ്യൽ ലിറ്ററസി ഉണ്ട്. ഓക്കെ, ഈ ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത് മരിക്കുമ്പോൾ കിട്ടുന്നതായിരുന്നോ? അതായത് ആക്സിഡൻ്റലി മരിക്കുകയാണെങ്കിൽ, ചുമ്മാ മരിച്ചാൽ കിട്ടില്ല. അപ്പം ഈ ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറഞ്ഞാൽ അസുഖമുള്ള ആളെ ടേം ഇൻഷുറൻസ് എടുത്തു വെക്കണം എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് വീട്ടിലിപ്പോൾ ബുദ്ധിമുട്ടുണ്ട്, നമുക്ക് അധികം ജസ്റ്റ് ഉദ്ദേശിച്ചത് അസുഖവും ടേം ഇൻഷുറൻസ് തമ്മിൽ ബന്ധമില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അസുഖം ടേം ഇൻഷുറൻസ് തമ്മിൽ ടേം ഇൻഷുറൻസ് എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫിനാൻഷ്യലി ഒരു ഇതില്ല, ടൈറ്റ് അല്ല നമ്മൾ. അപ്പം അതുകൊണ്ട് നമ്മളിപ്പോൾ പെട്ടെന്ന് മരിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമുക്ക് ആക്സിഡൻറ്റ് വന്ന് നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുകാർക്ക് അത് ബുദ്ധിമുട്ടാകും. കാരണം നമുക്ക് പ്രാരാബ്ദം ഉള്ളതുകൊണ്ട്, കുറേ EMIs ലോൺസ് ഒക്കെ ഉള്ളതുകൊണ്ട് ദാറ്റ് ലോൺസ് വിൽ ബി സ്റ്റേയിങ് ഫർദർ. അപ്പോൾ പാരൻസിന് അത് ബുദ്ധിമുട്ടാവും, അല്ലെങ്കിൽ സിബ്ലിങ്സിനും അവർക്കൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ടേം ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ പ്രശ്നമില്ല. 1 CR 5 CR ഒക്കെ കിട്ടും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തട്ടിപ്പോയി കഴിഞ്ഞാൽ വീട്ടുകാർ രക്ഷപ്പെട്ടു എന്നൊക്കെ പറയാം. പക്ഷെ അത് അങ്ങനെ, അതെ, അത് മോശമാണ്, അത് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ടേം ഇൻഷുറൻസ് എടുക്കുന്നത് എപ്പോഴും സേഫ്റ്റിക്ക്, അതായത് നമ്മൾ കാരണം നമ്മുടെ വീട്ടിനൊരു പ്രശ്നം ഉണ്ടാകത്തില്ല, നമ്മുടെ നല്ല രീതിയിൽ പോകും. സാമ്പത്തികമായിട്ട് ചെറിയ ഹെൽപ്ഫുൾ ആകും, കാരണം വി കനോട്ട് റീപ്ലേസ് അവർ ഫാദർ ഓർ മദർ വിത്ത് സം മണി. അതെ, അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ എന്തായാലും നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരിക്കും ഈവൺ ദോ ഇഫ് അൺഫോർസീൻ ഇഷ്യൂസ് ഹാപ്പൻ. അപ്പോൾ അതാണ് നമുക്ക് അവിടെ ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും. പിന്നെ മെഡിക്കൽ ഇൻഷുറൻസ് ഇപ്പോൾ എന്ത് വേണമെങ്കിലും സംഭവിക്കാം, ഇപ്പോൾ നമുക്ക് എന്ത് ഇഷ്യൂസ് വേണമെങ്കിൽ വരാം. അപ്പോൾ മെഡിക്കൽ ഇൻഷുറൻസ് ഒബ്വിയസ്ലി ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ഇത് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ബില്ല് എത്ര വരും? നമുക്കിപ്പോൾ ഒരു ജസ്റ്റ് ഒരു കൺസൾട്ടൻസിക്ക് തന്നെ 5,000-6,000 ബില്ല്. അഭിപ്രായത്തിൽ നമ്മുടെ ഗവൺമെന്റ് ഈ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് മാൻഡേറ്ററി ആക്കണം. അതെ, അപ്പം നമ്മളിങ്ങനെ ഫോഴ്സ്ഫുള്ളി ആരെയും ഇങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്യിക്കാതെ തന്നെ അത് മാൻഡേറ്ററി ആക്കുകയാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. അതെ, അത് അങ്ങനത്തെ കാര്യങ്ങൾ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഗവൺമെന്റ് സൈഡിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കുറേ പ്രോഗ്രാംസ്, നിയോജന അയോജന എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ യോജനകളൊക്കെ ഇല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ഒരു യോജന ആയിട്ട് ഇത് കൊണ്ടുവരാം. അപ്പോൾ അതൊക്കെ ഗവൺമെന്റിന് ചിന്തിക്കാവുന്നതാണ്. ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് തന്നെ ചിന്തിക്കണമെന്നില്ല, സ്റ്റേറ്റ് ഗവൺമെന്റ് ആയാലും ചിന്തിക്കാവുന്ന കാര്യങ്ങളാണ്. തൊഴിലാളികൾക്കൊക്കെ അത് എത്രത്തോളം ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. കാരണം എല്ലാവരും ഫോഴ്സ്ഫുള്ളി പ്രീമിയം അടയ്ക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പേർക്കൊന്നും ഇഷ്ടപ്പെടാൻ എനിക്ക് സാധ്യത കാണുന്നില്ല. അതൊക്കെ കൊണ്ടായിരിക്കും ചിലപ്പോൾ ഇത് വരാത്തത് ഇന്ത്യയിലൊക്കെ. ഓക്കെ, ഇതിൽ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പിന്നെ പറയാൻ പോകുന്നത് മറ്റേ E20 ഇഷ്യൂ പോലെ ഇതും പറയും. E20 ഇഷ്യൂവിൽ മറ്റേ നമ്മുടെ റോഡ് മിനിസ്റ്റർ ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുടെ മോൻ്റെ ഇതാണ്, കമ്പനിയാണ് E20. എത്തനോൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ എത്തനോളിൻ്റെ പ്രൈസ്, എത്തനോൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പെട്രോൾ ഇപ്പോൾ റീസെൻ്റ്ലി ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ആ കമ്പനിയുടെ സ്റ്റോക്കിൻ്റെ വാല്യൂ അറൗണ്ട് ഒരു നല്ല രീതിയിൽ, ഇപ്പോഴും അത് അപ്പർ സർക്യൂട്ടാന്ന് തോന്നുന്നു, ഞാൻ ഇപ്പോൾ നോക്കാറില്ല, ഒരിടയ്ക്ക് ഞാൻ നോക്കാറുണ്ട്, കണ്ടിന്യൂസ് സ്റ്റെപ്പ് പോലെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ ആൾ ലാഭം ഉണ്ടാക്കുന്നുണ്ട്. ആൾ എത്ര പൈസ, ഇപ്പോൾ എത്ര കോടികൾ ഒരു ദിവസം ആൾക്ക് കിട്ടണേ ഷെയറിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിലൂടെ. അപ്പോൾ
അതേ രീതിയിൽ ഇവിടെയും ഒരു പ്രശ്നം വരും. ഇപ്പൊ അങ്ങനെ ഒരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഒബ്വിയസ്ലി അങ്ങനെ ചെയ്യണം, അഴിമതിരഹിതമായിട്ട് അങ്ങനെ ചെയ്യണം. ഇതിലിപ്പോ നിതിൻ ഗഡ്കരിയുടെ മോന് കുറെ ബെനിഫിറ്റ്സ് കിട്ടിയതുപോലെ വേറെ ആർക്കും ബെനിഫിറ്റ്സ് കിട്ടരുത് എന്നുള്ള രീതിയിലാണ് ഇപ്പൊ സാധാരണ പാവപ്പെട്ട കമ്പനി മുതലാളികൾക്ക് ബെനിഫിറ്റ് കിട്ടിക്കോട്ടെ, ഒരു വ്യക്തിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യരുതെന്നേ ഉള്ളൂ. അതെ അതെ അതെ. ഇപ്പൊ ഇതില് E20യുടെ കേസിൽ ചെയ്തത് മോശമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അത് നല്ല രീതിയിൽ ചെയ്യാമായിരുന്നു. മേ ബി കുറച്ചും കൂടി അത് ജോസഫ് അക്നോളജ് ചെയ്യുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെനിക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് പഠിക്കാത്തതുകൊണ്ട് ഞാൻ അക്നോളജ് ഇപ്പോഴേ ചെയ്യുന്നില്ല. അത് വരട്ടെ നമുക്ക്. ഓക്കെ എന്തായാലും അതിനെപ്പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം അങ്ങനെ അതൊക്കെയാണ് നമുക്ക് ബേസിക്കലി പറയാനുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഞാൻ കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇമ്പാക്ട് ഓഫ് ഫിനാൻഷ്യൽ ലിറ്ററസി ആൻഡ് ബിഹേവിയർ ബേസ്ഡ് ഓൺ വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇതിൽ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ആദ്യത്തെ ഒരു 5 വർഷം IT പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആൾക്കാർക്ക് പൊതുവേ ഫിനാൻഷ്യൽ ലിറ്ററസി കുറവാണ്. പിന്നെ ബിഹേവിയർ ബയസ് കാരണം ഇൻ കേസ് ഫിനാൻഷ്യൽ ലിറ്ററസി ഉള്ള ആളാണെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് കാരണം ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടക്കാനുള്ള ഒരു വെൽത്ത് മാനേജ്മെൻറ്റ് പ്രോസസ്സ് ഭയങ്കര ബുദ്ധിമുട്ടാവുന്നു. സോ അതാണ് എൻ്റെ സ്റ്റഡി. വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട്, ഐ നീഡ് ടു ലുക്ക് ഓൺ ദിറ്റ്. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് വഴിയായി ചെയ്യാം. പിന്നെ സിൻസ് ഇതിപ്പോൾ നമ്മൾ സ്ട്രൈറ്റ് ഫോർവേഡ് ആണ്, നമ്മളൊരു ഒരു സംഭവമില്ല, കട്ടൊന്നുമില്ല. നമ്മൾ ഈവൺ ദോ ഇടയിൽ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഭയങ്കര ക്രൂരമാണ് ആ കാര്യത്തിൽ. ക്രൂരനല്ല, അതായത് നാച്ചുറാലിറ്റി വേണം നമുക്ക്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നില്ല ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ്. ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെറിയ കട്ട് ചെയ്യുമെന്നാണ് ഏറ്റവും നല്ലത്. ചിലപ്പോൾ അങ്ങനെ പക്ഷെ നമ്മൾ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ വർഗീസ് ആണ് കട്ടിങ്ങും കാര്യങ്ങളും. സോ ഞാനാണ് ചിലപ്പോൾ കട്ട് ചെയ്തേനെ, പക്ഷെ വർഗീസ് കട്ട് ചെയ്യുന്നില്ല. ഇല്ല ഞാനത് ഭയങ്കര എന്താണോ നമ്മുടെ പ്യുവർ ഫോം അത് അതേപോലെ തന്നെ നമ്മൾ തരും. അപ്പോൾ ഇതിൽ നമുക്ക് എന്തായാലും അറിയാം കുറേ പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ നമ്മൾ എടുത്തതിൽ എന്തായാലും ഒബ്വിയസ്ലി നമ്മുടെ ഫസ്റ്റ് ടൈമാണ്, നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. വീഡിയോ കാണുന്ന 20 പേർക്ക് ഒക്കെ ആയിരിക്കും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അവർക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു 10-20 പേരെ വീഡിയോ കാണുള്ളൂ എന്നാണ്. ഇതെന്തായാലും നമ്മൾ ഷെയർ ചെയ്യാനും പോകുന്നില്ല, ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് ഓർഗാനിക്കലി, ഹൃദയപൂർവ്വത്തിൽ പറയണ പോലെ ഓർഗാനിക്കലി അങ്ങോട്ട് വരണം. അപ്പോൾ ഓർഗാനിക്കലി ആരെങ്കിലും കാണുമെങ്കിൽ നിങ്ങൾ കണ്ടോ, ഇതുവരെ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ യു ഹാവ് ഡൺ എ ഗ്രേറ്റ് ജോബ്. കാരണം 36 മിനിറ്റ് നിങ്ങൾ കണ്ടു. ഇത് ഞങ്ങൾ വളരെ അധികം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അതായത് നിങ്ങൾ ഒരു വളരെ നല്ലൊരു പേഷ്യന്റ് ആയിട്ടുള്ള ആളാണ്. നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഉള്ള ചുമ്മാ യൂട്യൂബിൽ അവിടെ കിടക്കട്ടെ, ഇതിപ്പം ആരും കാണുമെന്നില്ലായിരിക്കും, അവിടെ കിടക്കട്ടെ. നമുക്ക് തന്നെ ഫ്യൂച്ചറിൽ ഒരു നമ്മൾ ഇത്രയ്ക്ക് മോശമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനമായിട്ട് അവിടെ ഇരുന്നോട്ടെ. അത് കുറച്ച് നെഗറ്റീവ് ആണ്, എന്നാലും അറിയിക്കട്ടെ. അതെ, ഇനി നമ്മൾ എന്തായാലും ഫ്യൂച്ചറിൽ ഇമ്പ്രൂവ് ആവും നമ്മുടെ അടുത്ത വീഡിയോസിലൊക്കെ. അപ്പോൾ എനിക്ക് ലാസ്റ്റ് ആയിട്ട് പറയാനുള്ള കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലിപ്പോൾ ഉള്ള പ്രശ്നങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. കാരണം നമുക്ക് എന്തായാലും ഇമ്പ്രൂവ്മെന്റ്സ് വേണം. അപ്പോൾ എന്തായാലും ഇത് നമ്മുടെ ഒരു ബേസ് ആണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇനി ഇമ്പ്രൂവ്മെന്റ്സ് വരാൻ പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തരുന്ന ഓരോ കമൻസും, ഇപ്പോൾ നമുക്ക് ടോപ്പിക്സ് ആണെങ്കിൽ, ഇപ്പോൾ ഇന്ന് വേറെ ടോപ്പിക് ഇല്ലാത്തതുകൊണ്ടാണ് ഈ ടോപ്പിക് എടുത്തത്. പിന്നെ നമ്മൾ നേരത്തെ ഓൾറെഡി കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടായതുകൊണ്ടും നമ്മൾ പ്രോമിസ് മീറ്റ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് വാക്ക് പാലിക്കുന്നവരാണ് ഞങ്ങൾ. അപ്പോൾ അതുകൊണ്ട് അത് പറഞ്ഞു. ഈവൻ ദോ നമുക്ക് ഈ ടോപ്പിക്കിൽ വലിയ കാര്യമായിട്ടൊന്നും സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും, നമ്മൾ ഡീവിയേറ്റ് ചെയ്തെങ്കിൽ പോലും നമ്മൾ പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ടോപ്പിക്ക് ചൂസ് ചെയ്തു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് ഉണ്ടെങ്കിൽ, കുറച്ചും കൂടി ഞങ്ങൾ അടികൂടുന്ന ടോപ്പിക്കുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ പറയാം. അതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾ പറയുന്ന ടോപ്പിക്കിൽ പറഞ്ഞാൽ ഞങ്ങൾ ചൂസ് ചെയ്യാൻ അടുത്തത്. അതാണ് പ്ലാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത 26ാമത്തെ എപ്പിസോഡിൽ വിശന്നിട്ടാന്ന് തോന്നുന്നു, ഉള്ളിൽ നിന്നൊക്കെ എന്തൊക്കെയോ വരുന്നുണ്ട്. അപ്പോൾ 26ാമത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാം. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, അപ്പോൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ലൈക്കോ ഷെയറോ സബ്സ്ക്രൈബോ ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. ഇഷ്ടപ്പെട്ടെങ്കിൽ വേണമെങ്കിൽ ലൈക്ക് ചെയ്യാം. പക്ഷെ ലൈക്ക് ചെയ്തിരിക്കണം, വി ഡോണ്ട് കെയർ, നമുക്കൊരു പ്രശ്നമേ അല്ല. അപമാനിക്കുന്ന പോലെ. സോറി വി ഡോണ്ട് കെയർ എന്നല്ല, വി ഡു കെയർ. അതെ, നമുക്ക് ഒരു ലൈക്ക് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, നമ്മൾ റിമൂവ് ചെയ്യുന്നില്ല. നിങ്ങൾ നെഗറ്റീവ് പറഞ്ഞോ. ഓക്കെ പ്ലീസ് നെഗറ്റീവ് അധികം പറയണ്ട. നെഗറ്റീവ് പറഞ്ഞോട്ടെ, നെഗറ്റീവ് ഉണ്ടാകത്തില്ല. നമ്മളങ്ങനെ നെഗറ്റീവിലൊന്നും പറഞ്ഞിട്ടില്ല, നമ്മൾ ഓൾവേസ് പോസിറ്റീവ് അല്ലേ. പക്ഷേ ബട്ട് സ്റ്റിൽ ദർ വിൽ ബി നെഗറ്റീവ്സ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കമൻറ്റ് ചെയ്യാം. വി ആർ ഓപ്പൺ ടു ഹിയർ ഓൾ ദോസ് കമൻറ്റ്സ്, റീഡ് ഓൾ ദോസ് കമൻറ്റ്സ്. നമ്മൾ കമൻറ്റിൽ റിപ്ലൈ ഇല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ നമ്മൾ ആ കമൻറ്റിന് റിപ്ലൈ ചെയ്യും. എനിവേസ് വളരെ നല്ലത്. അതെ, ഡിലീറ്റ് ചെയ്യാം. ഇച്ചിരി ഓവറാണെങ്കിൽ നമുക്കൊരു പരിധി വിട്ടിട്ടാണ് കമൻറ്റ് പോകുന്നതെങ്കിൽ നമ്മളത് ചിലപ്പോൾ ഡിലീറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ബിക്കോസ് ചിലവരുടെ നാച്ചുറൽ ലാംഗ്വേജ് തന്നെ വളരെ ഡേർട്ടി ആണ്. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ അങ്ങനെ വരും.
ഓക്കെ, അപ്പോൾ ജോസഫിന് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് എന്നാണ് ജോസഫ് പറഞ്ഞത്. എനിക്ക് പൊതുവെ അങ്ങനത്തെ എക്സ്പീരിയൻസ് നേരിട്ടുണ്ടെങ്കിലും യൂട്യൂബിലില്ല. ഇത് നേരിട്ട് അത്യാവശ്യത്തിൽ കൂടുതലുണ്ടോ? അങ്ങനെയാണ്. നേരിട്ട് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും, നമുക്ക് സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ ഒരാളെ. അപ്പോൾ നേരിട്ട് നമുക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ യൂട്യൂബിലില്ല. യൂട്യൂബിൽ എല്ലാം തുടങ്ങുന്നല്ലേ ഉള്ളൂ. ഇപ്പൊ ഇത്ര നാൾ നമ്മൾ തായ്ലാന്റ് യാത്രയൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ, അതുകൊണ്ടാണ്. അതെ, അങ്ങനത്തെ വീഡിയോയിൽ നെഗറ്റീവ്സ് ഒന്നും പറയാനില്ല. തായ്ലൻഡ് പോയിട്ട് നെഗറ്റീവ്സ് എന്ത് പറയാനുള്ളത്, എല്ലാം പോസിറ്റീവ് അല്ലേ. അപ്പോൾ അത് ഞാൻ കൂടുതൽ അതിലേക്ക് കിടക്കുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മൾ നിർത്താണ്. ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ നിർത്തി. ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ, താങ്ക് യു.